ആ കേൾക്കുന്ന പേരുകൾ അത് മാത്രമല്ല ഇപ്പോൾ ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ പലയിടത്തും പലരും എഴുതിയേക്കുന്നത് കണ്ടു, ഇനിയിപ്പോൾ രാഹുൽജി പറഞ്ഞ പോലെ ഒരു വനിതാ മുഖ്യമന്ത്രി വരുമോ എന്ന് ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചില ആളുകളുടെ പേരുകളൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് നവമാധ്യമങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരുകൾ പരിഗണിക്കപ്പെടുന്ന പേരുകളൊക്കെ ഉണ്ടാകും. അതിൽ ഏതാണ് ഏറ്റവും ആപ്റ്റ് എന്നുള്ളത് നമ്മൾ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ലേ? കഴിഞ്ഞ തവണ ഇതേപോലെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനൊരു മാറ്റം വേണമെന്ന് AICC തീരുമാനിച്ചു. 5 വർഷത്തേക്ക് മറ്റൊരാൾക്ക് ആ ഉത്തരവാദിത്വം കൊടുക്കുകയായിരുന്നു. അത് രമേശ് ചെന്നിത്തല മോശക്കാരനായതുകൊണ്ടല്ലോ. രമേശ് ചെന്നിത്തല ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നിട്ടും അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതൊക്കെ പാർട്ടിയിൽ ഫൈനലി എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിനൊപ്പമാണ് ഇവരൊക്കെ എല്ലാവരും ഏറ്റവും മുതിർന്ന നേതാക്കന്മാരാണല്ലോ. അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ചേ നിൽക്കുകയുള്ളൂ. ജനങ്ങൾ ഏറ്റവും നല്ല ഒരു മധുരമുള്ള ഒരു പ്രതികാരം, ഏറ്റവും ശക്തമായ ഒരു പ്രതികാരമാണ് ജനങ്ങൾ ശരിക്കും ഇടതുപക്ഷത്തിനോട് ചെയ്തിരിക്കുന്നത്. അവിടെ എന്താ ഉണ്ടായിരുന്നത്? അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയാണ് ഉണ്ടായിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും സംസ്ഥാന സെക്രട്ടറിയുടെ മറ്റാരുടെയെങ്കിലും ഒരു മുഖം പോലും പ്രചരണത്തിന് ഉപയോഗിക്കാതെ ഈ മുഖ്യമന്ത്രിയുടെ മാത്രം ഉപയോഗിച്ച് മുമ്പോട്ട് പോയി ഒരു ഏകാധിപത്യ പ്രവണതയായിരുന്നു. അതെന്തായാലും കോൺഗ്രസ്സിൽ ഉണ്ടാവില്ല. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു നേതാവ് ഒറ്റയ്ക്ക് ചെയ്തു, ഞാൻ മാത്രം ചെയ്തു, അങ്ങനെ ഒരു രീതി കോൺഗ്രസ്സിലില്ല. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത് VD സതീശന് വേണ്ട. എറണാകുളം ജില്ലയിൽ മാത്രമല്ല വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ VD സതീശന് വേണ്ടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അദ്ദേഹം 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസ രാഷ്ട്രീയത്തിന് പോകുന്നതൊക്കെ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ VD സതീശൻ്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ ഫ്ലെക്സുകൾ ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിൻ്റെ എണ്ണമൊന്നും എടുത്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയും അത്തരത്തിലുള്ള എണ്ണം എടുത്തിട്ടില്ല. ആരെങ്കിലുമൊക്കെ അനുഭാവികൾ അവിടെ ഇവിടെയൊക്കെ ഫ്ലെക്സുകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും, പിന്തുണ കൊടുക്കുന്നുണ്ടാവും. അല്ല, പല നേതാക്കന്മാർക്കും പിന്തുണ കൊടുത്തിടുന്നുണ്ടാവും. ഇപ്പം ഞാൻ പറയട്ടെ, കണ്ണൂർ അപ്രതീക്ഷിതമായിട്ടാണ് 2 സീറ്റുകൾ തിരിച്ചു പിടിക്കുന്നത്. അതിൻ്റെ അകത്ത് വലിയൊരു ഇടപെടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണൂർ അത്തരത്തിൽ ഇടപെട്ട് ശ്രീ KC വേണുഗോപാൽ ഇടപെടുകയും അവരെ കൊണ്ടുവരികയും അവർ നിർത്തുകയും ചെയ്തു. G സുധാകരൻ അതുപോലെ കൊണ്ടുവന്നു, ജയിച്ചു. തോമസിൻ്റെ വിജയം വലിയ വിജയമായിട്ടാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും കാണുന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും അധികം ദുഃഖിച്ച, ഏറ്റവും അധികം സങ്കടത്തോടെ കണ്ട ഒരു കാഴ്ചയായിരുന്നു അന്നത്തെ പോലീസിൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒക്കെ അത്തരത്തിൽ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യും. കാരണം നമുക്കറിയാം DCC അധ്യക്ഷൻ നേരത്തെ തന്നെ VD സതീശൻ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്നൊരു ആവശ്യം പരസ്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. നമ്മൾ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും പരസ്യമായി നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പറയാനുള്ള വേദിയല്ല. അതൊക്കെ നമുക്ക് വ്യക്തിപരമായ ചില പ്രൈവറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, പറയാം. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ഫൈനലി ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ മാത്രം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ചെയ്യേണ്ടത്. അത് ചില ആളുകൾക്കൊക്കെ ചില പിഴവുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അത് അത്തരത്തിലൊന്നും ഇപ്പോൾ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ആൾ അതിന് യോഗ്യനല്ല എന്നല്ല കേട്ടോ. അത് അദ്ദേഹം ഉൾപ്പെടെ, പ്രതിപക്ഷേതാവ് ഉൾപ്പെടെ അതിന് യോഗ്യനായിട്ടുള്ള ആളാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് പറയേണ്ട വേദികളിൽ, പറയേണ്ട സ്ഥലങ്ങളിൽ വേണം പറയാൻ. അദ്ദേഹം അതിപ്പോൾ MLA ആയി ജയിച്ചു വന്നു, അദ്ദേഹം പറയേണ്ട വേദിയിൽ പറയട്ടെ. ആ അഭിപ്രായം തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് കേൾക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയേണ്ട വേദിയിലായിരുന്നു അത് പറയേണ്ടത്. അതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റായിട്ട് അത് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരു സംഘടനാ പ്രവർത്തനത്തിന് അനുയോജ്യമായ ഒരു രീതിയല്ല. ഇത്തവണ കൂടുതൽ വനിതകൾ ഇത്തവണയും വിജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രിമാരുടെ എണ്ണം പറയുമ്പോൾ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം എന്നുള്ളൊരു എങ്ങനെയാണ്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം നടന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഇച്ചിരി പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. എണ്ണം കൊണ്ട് കുറഞ്ഞുപോയി എന്നുള്ളൊരു പരിഭവം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ വിജയം കൊണ്ട് ഇപ്രാവശ്യം റെക്കോർഡ് 7-8 പേര്, 8ഓളം ആളുകൾ ജയിച്ചു വന്നിരിക്കുകയാണ്. അതൊരു റെക്കോർഡാണ്. വലിയ സന്തോഷമുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ ജയിച്ചു വന്നിട്ടുണ്ട്. ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ചവർ പോലും ഇപ്രാവശ്യം ജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വനിതകൾക്ക് നല്ലൊരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച വ്യക്തിപരമായി ഒരു കൗൺസിലർ മാത്രമാണ് ഇപ്പോൾ, KPCC ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും ഒരു സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യം നമുക്കറിയാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പരിഗണന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു നേരത്തെ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടണം എന്നുള്ള നിലയ്ക്ക് ഇതുവരെ ആരോടും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല.
എൻ്റെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനമാണ്. അത് ക്യാമ്പയിൻ കമ്മിറ്റി അംഗമായിരുന്നു, മാധ്യമ ചുമതലയുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പാർട്ടിയിൽ എന്താണോ വരുന്നതിനനുസരിച്ചല്ലേ. എന്തെങ്കിലും ഒരു പദവിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു രീതി ശീലവും എനിക്ക് ഉണ്ടായിട്ടില്ല, ഇക്കാലം അത്ര ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇനിയും ഉണ്ടാവില്ല. ഇതിൽ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്, അതനുസരിച്ച് മുന്നോട്ട് പോകും അല്ലേ? തീർച്ചയായിട്ടും ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരുടെയും അഭിപ്രായം എടുത്ത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ആ രീതിക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പേരുകളെല്ലാം തന്നെയും യോഗ്യരായ ആളുകളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് ദീപ്തി മേരി വർഗീസും അഭിപ്രായപ്പെടുന്നത്. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.